ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്താണ് വിവാദമായ ഈ മെക്സെവന്റെ കൂട്ടായ്മ? ആരൊക്കെയാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായി മാറിയിട്ടുള്ളത്? ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച മലപ്പുറം കൊണ്ടോട്ടി തുറക്കലിലെ പി സൊലാഹുദ്ദീൻ എന്ന വ്യക്തി തുടക്കമിട്ട ആരോഗ്യ പ്രസ്ഥാനമാണ് മെക്സെവൻ അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. സ്വന്തം നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ വ്യായാമ മുറകൾക്കായി സൊലാഹുദ്ദീൻ നാട്ടിൽ 2012 മെക്സെവൻ തുടങ്ങുന്നത്. 2022 മുതൽ പുതിയ ശാഖകൾ ആരംഭിച്ച മെക്സെവൻ മലബാറിൽ 2 വർഷത്തിനുള്ളിൽ 1000-ഓളം യൂണിറ്റുകളായി വളരുന്നു. ശരീരത്തിനും മനസ്സിനും നവയൗവനം നൽകുക എന്ന മെക്സെവൻ പ്രമേയം എല്ലാ പ്രായക്കാർക്കിടയിലും പ്രചാരം നേടി. എയറോബിക്സ്, ഫിസിയോതെറാപ്പി, യോഗ, മെഡിറ്റേഷൻ, ഫേസ് മസാജ്, അക്യൂപ്രഷർ, ഡീപ്പ് ബ്രീത്തിങ് തുടങ്ങിയ ഒരു ദിവസം 20 മിനിറ്റ് മാത്രം വേണ്ടിവരുന്ന 21 വ്യായാമ മുറകൾ ഉൾക്കൊള്ളുന്നതാണ് മെക്സെവൻ. ഓരോ ക്ലബ് അംഗവും താൻ പരിശീലിക്കുന്നത് കുടുംബാംഗങ്ങളെയും പരിശീലിപ്പിക്കണം. പക്ഷാഘാതം വന്ന രോഗികളെ സന്ദർശിക്കുകയും രോഗികളെ കൊണ്ട് കഴിയുന്ന വ്യായാമം ചെയ്യിപ്പിക്കുകയും വേണം തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ ഈ കൂട്ടായ്മ നൽകുന്നുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളവരാണ് കൂട്ടായ്മയിൽ പ്രധാനമായിട്ടുമുള്ളത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലീഡറും ട്രെയിനർമാരുമൊക്കെയായി സ്ത്രീകൾ തന്നെയുള്ള വനിതാ യൂണിറ്റുകളും അതിന് പിന്നാലെ തന്നെ നിലവിൽ വന്നു. UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് മെക്സെവൻ വളർന്നു. വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട് എന്ന വാദം പൂർണ്ണമായും നിഷേധിച്ചാണ് മെക്സെവൻ അധികൃതർ രംഗത്ത് വരുന്നത്. ഈ മെക്സെവൻ എന്ന പേരില് മലബാർ ജില്ലകളിൽ വ്യാപകമായി നടക്കുന്ന മോർണിംഗ് എക്സസൈസ് പരിപാടിയിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ച് രംഗത്ത് വരുന്നത് സമസ്തയാണ്. 2 സമസ്തകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് AP വിഭാഗമാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും തന്ത്രപരമായി മുസ്ലിം പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് രഹസ്യമായ സംഘടനാ പ്രവർത്തനം നടത്തുകയാണെന്നും ഇതിൽ വഞ്ചിതരാകരുതെന്നുമാണ് AP വിഭാഗം നേതാക്കൾ അണികൾക്ക് നൽകിയ നിർദ്ദേശം. SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പഴയ വേർഷനായിരുന്നു NDF. അതെങ്ങനെയാണോ പ്രവർത്തനം തുടങ്ങിയത് അതേ രൂപത്തിലാണ് മെക്സെവനും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്നാണ് AP വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നത്. മെക്സെവന്റെ പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ഇത്തരത്തിൽ ഒരേപോലെ പ്രവർത്തനം നടത്തുന്ന ഒരു സംവിധാനത്തിന് സംഘടനാ പശ്ചാത്തലമുണ്ടെന്നും അത് എന്തുകൊണ്ടാണ് പരസ്യമാക്കാത്തത് എന്നുമാണ് സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും AP വിഭാഗത്തിന്റെ മുഖപത്രവുമായ സിറാജിലെ എഡിറ്ററായ മുഹമ്മദ് അലി കിനാലൂർ അഭിപ്രായപ്പെടുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇത് അത്ര ശുഭകരമല്ല എന്ന രീതിയിൽ അദ്ദേഹവും പറഞ്ഞു വെച്ചു. അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞ അഭിപ്രായം പിന്നീട് സംഘടന ഗൗരവമായി ചർച്ച ചെയ്യുകയും പണ്ഡിതന്മാരും സംസ്ഥാന നേതാക്കളും ഇതിനെതിരെ ശബ്ദിക്കുകയുമായിരുന്നു. സമസ്ത സെക്രട്ടറിയും മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിയുമായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും മെക്സെവനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ഈ സംഘത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് അദ്ദേഹവും വ്യക്തമാക്കി. മുസ്ലിം യുവാക്കൾ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ അടക്കം AP വിഭാഗത്തിന്റെ മദ്രസ, സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന മെക്സെവൻ പരിശീലനം നേതാക്കൾ ഇടപെട്ട് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം തങ്ങൾക്ക് സംഘടനാ പിന്തുണയില്ലെന്നും എല്ലാ വിഭാഗം ജനങ്ങളും തങ്ങളുടെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നുമാണ് മെക്സെവൻ നേതാക്കൾ വ്യക്തമാക്കിയത്. അങ്ങനെ മെക്സെവൻ എന്ന വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പഴയ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നും ആരോപണം ശക്തമായി ഉയർത്തുന്നത് മുസ്ലിം സംഘടനകൾ തന്നെയാണ്. CPM-ഉം സമസ്ത, AP, സുന്നി വിഭാഗവും മെക്സെവനെതിരെ പരസ്യമായി രംഗത്തെത്തിയപ്പോൾ മറ്റു കക്ഷികൾ പ്രത്യക്ഷമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്നാൽ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് 21 മിനിറ്റ് നീളുന്ന വ്യായാമ പദ്ധതിയായ മെക്സെവൻ മലബാറിൽ 2 വർഷത്തിനുള്ളിൽ 1000-ഓളം യൂണിറ്റുകളായി വളർന്നു. മലയാളികൾ പ്രവാസ ജീവിതം നയിക്കുന്ന രാജ്യങ്ങളിലെല്ലാം മെക്സെവന്റെ കൂട്ടായ്മകൾ പടർന്നുകൊണ്ടിരിക്കുന്നു.
ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണ് പുതിയ വ്യായാമ മുറയ്ക്ക് പിന്നിലെന്നും ഇത് ഗൗരവമായി കാണണമെന്നും CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ പരസ്യമായി പൊതുയോഗത്തിൽ ആരോപിച്ചു. ഇതോടുകൂടിയാണ് ഇത് വൈറലാകുന്നത്. MEG7 എന്താണെന്ന് പൊതുസമൂഹം കൂടുതലായി അന്വേഷണം തുടങ്ങിയതും അതോടെയാണ്. MEG7 എന്ന വ്യായാമ മുറയ്ക്ക് വേണ്ടി രൂപീകരിച്ച വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിന്മാരിൽ ചിലരെ പറ്റി അന്വേഷിച്ച സമയത്ത് അവർ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് എന്ന വിവരം ലഭിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. MEG7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും അവരുടെ ചതിയിൽ സുന്നി വിശ്വാസികൾ പെട്ടുപോകരുതെന്നും സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി മുന്നറിയിപ്പ് നൽകിയതോടുകൂടി കൂടുതൽ മുസ്ലിങ്ങളും ഇതിനെതിരെ രംഗത്തു വന്നു. അങ്ങനെ MEG7 ദുരൂഹമാണ് എന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂര് പറഞ്ഞതോടുകൂടി വീണ്ടും കൂടുതൽ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കെത്തുകയും NIA അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നു. NDFന്റെ ആദ്യകാലത്തിൽ ഇതുപോലെ കളരിയും വ്യായാമവും ഉപാധിയാക്കിയാണ് യുവാക്കളെ ആകർഷിച്ചിരുന്നത് എന്നും കിനാലൂർ ചൂണ്ടിക്കാണിച്ചു. സതുദ്ദേശത്തോടെ മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വ്യായാമ കൂട്ടായ്മ മാത്രമാണ് MEG7 എന്ന് MEG7ന്റെ അംബാസിഡറായ ബാവ അറക്കൽ പറഞ്ഞു. തുറസായ സ്ഥലങ്ങളിൽ സുതാര്യതയോടുകൂടി നടത്തുന്നതാണ് ഈ വ്യായാമ മുറകൾ എന്ന് അദ്ദേഹം വാദിച്ചു. വളരെ എളുപ്പം ജീവിതശൈലീ രോഗങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ കഴിയുന്നത് കൊണ്ടും സൗജന്യമായി നൽകുന്നത് കൊണ്ടുമാണ് രോഗം പെട്ടെന്ന് മുസ്ലിങ്ങളിലേക്ക് സ്പ്രെഡ് ആക്കാതിരിക്കുക, അതുവഴി അവരെ ആരോഗ്യമുള്ള ഒരു സമൂഹമായി വളർത്തിയെടുക്കുക എന്നൊക്കെയാണ് ലക്ഷ്യമെന്നതിന്റെ സംഘാടകർ വാദിക്കുന്നു. മലപ്പുറത്ത് 1 ഡസനോളം മുസ്ലിം ലീഗ് MLAമാർ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ധ്യാനവും യോഗയും അക്യുപ്രഷറും ഉൾപ്പെട്ട 7 വിഭാഗങ്ങളിലെ 21 തരം വ്യായാമ മുറകളടങ്ങിയ MEG7 മലപ്പുറം ജില്ലകളിലെ കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയും വിമുക്ത ഭടനുമായ പെരുങ്കടക്കാട് സലാഹുദ്ദീനാണ് 2021 ജൂലൈയിൽ രൂപം നൽകുന്നത്. മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് MEG. ധ്യാനം, യോഗ, എയറോബിക്, ലളിത വ്യായാമം, ആഴത്തിലുള്ള ശ്വസനം, അക്യുപ്രഷർ, ഫേസ് മസാജ് ഇങ്ങനെയുള്ള പലതരം ഇനങ്ങളെ ഉൾപ്പെടുത്തി 7 എന്നതുകൊണ്ടും അവർ ഉദ്ദേശിക്കുന്നു. ഈ 7 വിഭാഗങ്ങളിലുള്ള 21 തരം വ്യായാമ മുറകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഏത് പ്രായക്കാർക്കും ലളിതമായി ചെയ്യാമെന്നും ഇത് ഗുണകരമാണെന്നും അവകാശവാദം ഉന്നയിക്കുന്നു. എന്നാൽ ജിമ്മുകൾക്കു മറവിൽ മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ആയോധന കലകൾ അഭ്യസിച്ചിരുന്നതായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടി NDFന്റെ ചരിത്ര പശ്ചാത്തലവും ഈ രൂപത്തിലായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എല്ലാ അന്വേഷണ ഏജൻസികളും ഇപ്പോൾ ഇതിന്റെ പിന്നാലെ തന്നെയാണ്. എന്താണ് MEG7 കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ് അന്വേഷണ ഏജൻസികൾ. നന്ദി.